ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. വരുന്ന ഓപ്ഷനിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു മികച്ച ഓൾറൗണ്ടറെ ആവശ്യമാണ്. നമുക്കറിയാം, വിദേശ ഓൾറൗണ്ടറായ സാം കറനെ അവർ ട്രേഡ് ചെയ്തിരുന്നു. കൂടാതെ ഇന്ത്യൻ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജയെയും അവർ കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച ഓൾറൗണ്ടർമാരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇപ്പോൾ ആവശ്യമാണ്. 43 കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ ഇപ്പോൾ ബാലൻസ് ആയിക്കൊണ്ടുവരുന്നത്. CSK ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്ന താരം അത് ആന്ദ്രെ റസലായിരുന്നു. അദ്ദേഹം ഒരു ഫാസ്റ്റ് ബൗളർ ഓൾറൗണ്ടർ ആണ്. എന്നാൽ താരം ഇപ്പോൾ IPL നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു റസൽ നടത്തിയിരുന്നത്. ഇതോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയേറ്റു. കൂടാതെ ചെന്നൈ ലക്ഷ്യം വെച്ചിരുന്ന മറ്റൊരു ഓൾറൗണ്ടറാണ് ഗ്ലെൻ മാക്സ്വെൽ. എന്നാൽ അദ്ദേഹവും ഇപ്പോൾ IPL നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ IPL കളിക്കുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തെന്നാൽ അദ്ദേഹം IPL ലേലത്തിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആ ഒരു മോഹവും ഇല്ലാതായി. ഇനിയിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഏത് ഓൾറൗണ്ടറെ കൊണ്ടുവരും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. കാമറൂൺ ഗ്രീനിനെ ലഭ്യമാണ്. 2 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ അടിസ്ഥാന വിലയായി കൊണ്ടുവരുന്നത്. പക്ഷേ കൊൽക്കത്ത കാമറൂൺ ഗ്രീനിനെ സ്വന്തമാക്കാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത്. കാരണം അവരുടെ പേഴ്സിൽ വലിയ ഒരു തുക ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തുക മുടക്കിക്കൊണ്ട് അവർ ഗ്രീനിനെ സ്വന്തമാക്കും എന്നാണ് പൊതുവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് കാമറൂൺ ഗ്രീനിനെ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെയുള്ള ഓപ്ഷൻ അത് ലിയാം ലിവിങ്സ്റ്റൺ ആണ്. വലിയ ഒരു തുക മുടക്കിക്കൊണ്ട് CSK ലിയാം ലിവിങ്സ്റ്റനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത്. പക്ഷെ അതും എളുപ്പമാവാൻ സാധ്യതയില്ല. കാരണം പല ഫ്രാഞ്ചൈസികൾക്കും ഇപ്പോൾ മികച്ച വിദേശ ഓൾറൗണ്ടർമാരെ ആവശ്യമുണ്ട്. പലർക്കും താല്പര്യമുള്ള താരമാണ് ലിയാം ലിവിങ്സ്റ്റൺ. അതുകൊണ്ട് തന്നെ CSKക്ക് വലിയ ഒരു തുക ഈ താരത്തിന് വേണ്ടി മുടക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് 15 കോടി രൂപയെങ്കിലും ഈ താരത്തിന് മുടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇനി CSKയുടെ മുന്നിലുള്ള മറ്റൊരു ഓപ്ഷൻ അത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ കൂപ്പർ കനോലിയാണ്. മികച്ച താരമാണ് ഇദ്ദേഹം. ചെന്നൈ സൂപ്പർ കിങ്സ് ഒരുപക്ഷെ ഈ ഒരു താരത്തിന് വേണ്ടി ശ്രമിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കൂടാതെ ഇന്ത്യൻ ഓൾറൗണ്ടറായ വെങ്കടേഷ് അയ്യരെയും ഈ ഒരു ഓപ്ഷനിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ CSK വെങ്കടേഷ് അയ്യർക്ക് വേണ്ടിയും ശ്രമിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും നിലവിൽ ലിയാം ലിവിങ്സ്റ്റനെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.